അപ്പോൾ നമ്മുടെ LGSന്റെ 2 ഘട്ട എക്സാം കഴിഞ്ഞല്ലേ. ഇനിയിപ്പോൾ 3-ാം ഘട്ടം വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതുപോലെ 10th പ്രിലിംസ് ചെയ്യുന്ന ആളുകളും ഇത് കണ്ടാൽ ഉപകാരമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ഘട്ടത്തിലും പൊതുവേ ആയിട്ട് PSC തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലബസ് പറഞ്ഞ കാര്യം തന്നെ ആ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുള്ള 5ാമത്തെ മൊഡ്യൂളിൽ കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, അതുപോലെ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതം, ദേശീയ ഉദ്യാനം, മത്സ്യബന്ധനം, കായിക രംഗം, ഈ പറഞ്ഞിട്ടൊരു മൊഡ്യൂളുണ്ട് അല്ലേ. ആ ഭാഗത്ത് നിന്ന് ഏകദേശം 10 മാർക്കിനാണ് നമുക്കുള്ളത്. കറക്റ്റ് PSC 2 എക്സാമുകളും 10 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ ഇതാണ്, നോക്കിയോ, പിന്നെ പെരിയാറിൻ്റെ നീളം, നമ്മളെ നദികളെക്കുറിച്ചുള്ള ഭാഗത്ത് ചോദിച്ചു. അതുപോലെ നോക്കിക്കോ, ഇതേ ക്വസ്റ്റ്യൻ ഉള്ളത് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, F ആകൃതിയിലുള്ള കായൽ ഏതാണ്, അതുപോലെ റീഡ് തവളകൾ, ചാമ്പൽ മലയെണ്ണ, സിംഹവലം കുരങ്ങുകൾ, വരയാട് ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്, 5 ക്വസ്റ്റ്യനായി. പിന്നെയുള്ളതാ കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്, അതേപോലെ പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്. പിന്നെ 55ാമത്തെ ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു. ഇതൊക്കെ എവിടുന്നാ, അതായത് നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുള്ള നമ്മളെ 5ാമത്തെ മൊഡ്യൂൾ പറഞ്ഞാണ് കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതം, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായിക രംഗം. ഈ ഭാഗത്താണ് 10 മാർക്കിനുണ്ട്. അപ്പോൾ 2 എക്സാമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ, അതായത് 1-ാം ഘട്ടം കഴിഞ്ഞില്ലേ, അവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ ഏതൊക്കെയാണ് ചോദിച്ചതെന്ന്. ഇത് 1-ാം ഘട്ടത്തിൽ ചോദിച്ചത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്, അതുപോലെ കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്, പിന്നെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുക, കേരളത്തിൻ്റെ മുഴുവൻ ബാങ്കിങ് സേവനം ലഭ്യമാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പിന്നെ അടുത്തത് വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ചിട്ട് ശരിയായത് എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ കായലുകളെ സംബന്ധിച്ചിട്ട് ശരിയായവ കണ്ടെത്തുക, പിന്നെ അടുത്തത് നദികളെ സംബന്ധിച്ചിട്ട് ശരിയായത് കണ്ടെത്തുക. അപ്പോൾ കോമൺ ആയിട്ട് 2 ഘട്ടത്തിലും ചോദിച്ചിരിക്കുന്ന ഏതാ തന്നെയാണ് കേരള ഭൂമിശാസ്ത്രം. നമുക്ക് പഠിച്ചാൽ 10 മാർക്കും നേടാൻ പറ്റുന്ന മേഖല തന്നെയല്ലേ. ഇത് അടുത്തെന്താ, സമുദ്രനിരപ്പിനുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലനാട്, ഇടനാട്, തീരപ്രദേശം ചോദിച്ചു. പിന്നെ തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതല്ലേ. അങ്ങനെ 10 ക്വസ്റ്റ്യൻ തന്നെയാണ് 2-ലായിട്ട്. എനിക്ക് 2-ാമത്തേൽ 8 ക്വസ്റ്റ്യനാണ്. മെഞ്ഞാന്ന് കഴിഞ്ഞ എക്സാമിൽ 8 ക്വസ്റ്റ്യനും ഫസ്റ്റ് ഇതിൽ പിന്നെ 10 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ മേഖലയിൽ നിന്ന് എന്തുമാത്രം ക്വസ്റ്റ്യൻ വരും, ആ മേഖലയിലെ പരമാവധി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ പരമാവധി ക്വസ്റ്റ്യൻസ് കേട്ടോ. അതായത് നമ്മളെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നും എടുത്തുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ, മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതായിരുന്നു 1-ാം ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ പഠിച്ചു വെക്കുക. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ 3 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ, മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനമാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതി എന്ന് ചോദിച്ചാൽ 1.18% ഇന്ത്യൻ യൂണിയന്റെ. എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ എത്രയാ, 1.18%. ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ സംസ്ഥാനമാണ് ഇത്, നമ്മുടെ കേരളം. ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. അതുപോലെ കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണ്, കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണെന്ന് ചോദിച്ചാൽ 15,005 ചതുരശ്ര മൈലാണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. കേരളത്തിലെ തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ് നെല്ലും തെങ്ങും. കേരള തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ചോദിച്ചാൽ ഏതാ, തെങ്ങും നെല്ലുമാണ്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ചോദിച്ചാൽ ഏതാ, തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാ, കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാ, കണ്ണൂർ ജില്ലയാണ്. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ആണെങ്കിലോ അത് ചേർത്തല താലൂക്ക്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ ഏതാ, ചേർത്തല താലൂക്ക്. എവിടെ, ആലപ്പുഴയാണ്. ഇനി വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണാണ് ഇത്, ലാറ്ററൈറ്റ് മണ്ണ്. ഇനി കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ, 9 ജില്ലകൾക്കാണ് എന്തുള്ളത്, കടൽ തീരമുള്ളത്.
കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം ഏതാ? 5 എണ്ണമാണ്. ഇനി ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ ഏതാ? ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനമാണ് ഇത് ലാറ്ററൈറ്റ് മണ്ണ്. ഇനി മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇത് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇത് ഇടനാട് എന്ന് പറയുന്നത്. കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇതൊക്കെ? ഇൽമനൈറ്റും മോണോസൈറ്റും. അതുപോലെ വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ഇത് ബ്രഹ്മഗിരി കുന്നുകൾ എന്ന കാര്യം ഓർത്ത് നോക്കുക. വയനാട് കുടക് എവിടെയാ? കർണാടകയിൽ കേട്ടോ. ഈ വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ബ്രഹ്മഗിരി കുന്നുകൾ. ഇനി യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായിട്ടും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ ഏതാ? അഗസ്ത്യാർകൂടം ആട്ടോ. ഏതാ? അഗസ്ത്യാർകൂടമാണ് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായിട്ടും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് ഇത് അഗസ്ത്യാർകൂടം. ഇനി ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാ? കൊല്ലം ജില്ല. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് ഇത് കൊല്ലം ജില്ല. ഇനി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് ചോദിച്ചാൽ ഏതാ? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഇത് മീശപ്പുലിമല. ഏറ്റവും ഉയരം കൂടിയത് നമുക്ക് പഠിക്കട്ടെ, താഴോട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ചോദിച്ചാൽ ഏതാ? മീശപ്പുലിമലയാണ്. ഇനി മാപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ഇത് അഗസ്ത്യാർകൂടം. മാൻ ആൻഡ് ബയോസ്ഫിയർ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ഇത് അഗസ്ത്യാർകൂടം. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ചോദിച്ചാൽ ഏതാ? മീശപ്പുലിമലയാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ചോദിച്ചാൽ ഏതാ? മീശപ്പുലിമലയാണ്. ഇനി അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ? നെടുമങ്ങാട് താലൂക്ക്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ? നെടുമങ്ങാട് താലൂക്ക്. ഇനി അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് ഇത് 2001. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ ഏതാ? 2001 ആണ്. ഇനി ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ ഏതാ? ആനമലയാട്ടോ. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. ഇനി സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം ചോദിച്ചാൽ 1868 മീറ്റർ. സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഏകദേശ ഉയരം ചോദിച്ചാൽ എത്രയാ? 1868 മീറ്റർ ആണ്. ആനമുടിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഇത് ഏലമല. ആനമുടിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഇത് ഏലമല. ഇനി പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ ഇതാ അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഇത് അഗസ്ത്യാർകൂടം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാൽ ഏതാ? വയനാട് പീഠഭൂമി കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഇത് വയനാട് പീഠഭൂമി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ഏതാ? ആനമുടി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ഏതാ? ആനമുടിയാണ്. ഇനി കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% എന്താണ്? മലനാട് കേട്ടോ. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% ഏതാന്ന് ചോദിച്ചാൽ ഏതാ? മലനാടാണ്. ഇനി കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ജില്ല. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഇത് വയനാട് ജില്ല. ഇനി ഏക താലൂക്ക് ചോദിച്ചാൽ ഏതാ? സുൽത്താൻ ബത്തേരി കേട്ടോ. കർണാടകയും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് ഏത്? വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ചോദിച്ചാലും ഏതാ? വയനാടാണ്. ഇനി ആനമുടിയുടെ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് ഇത് പളനിമല. ആനമുടിയുടെ വടക്കു കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് ഇത് പളനിമല. ഇനി പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇത് മലനാട് കേട്ടോ. നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലെ. ഇതിൽ പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇത് മലനാട്. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാ? ആനമുടിയില കേട്ടോ. ആനമല, ഏലമല
പളനിമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാ? ആനമുടിയിലാണ്. ഇനി പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ളതും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശമാണ് ഏത്? മാഹി എന്ന കാര്യം ഓർത്തു വെക്കുക. പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ളതും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള പ്രദേശമാണ് ഏത്? മാഹി. ഇനി ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ല അല്ലെ. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ലയിലാണ്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് ഇത്? നീലഗിരി. ആനമുടിയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണിത്? നീലഗിരി. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? കർണാടക അല്ലെ. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? കർണാടകയാണ്. ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ഏതാ? ആനമുടി അല്ലെ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്? ആനമുടി. ഇനി കേരളത്തിന്റെ തെക്ക് വടക്ക് തീരം ചോദിച്ചാൽ കേരളത്തിന്റെ തെക്ക് വടക്ക് ദീർഘമാണ് 560 കിലോമീറ്റർ എന്ന് പറയും, തീരമല്ല, അതായത് നീളം കേട്ടോ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ എത്രയാ? 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തീരപ്രദേശം ചോദിച്ചാൽ എത്രയാ? 590 കിലോമീറ്റർ ആട്ടോ. 590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ എത്രയാ? 560 കിലോമീറ്റർ. ഇനി കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താ? അറബിക്കടൽ അല്ലെ. കേരളത്തിന്റെ പടിഞ്ഞാറ് അതിരിലേതാ? അറബിക്കടലാണ്. കേരളത്തിന്റെ ഭൂവിസ്തീർണം ചിലപ്പോൾ ചോദിക്കാം. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഏത് ചോദിച്ചു? ഇന്ത്യയുടെ ഭൂവിസ്തൃതി ചോദിച്ചു. അപ്പോൾ അടുത്തതിന് കേരളത്തിന്റെ ഭൂവിസ്തൃതി ചോദിക്കാം. എത്രയാ? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി മൈലിലാണ് പറയുന്നതെങ്കിൽ എത്രയായിരുന്നു? 15,005 മൈൽ അല്ലേ. ഇനി 43ാമത്തെ ചോദ്യം, കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? തമിഴ്നാട് അല്ലെ. കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ ഏതാ? വെള്ളായണി കായൽ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് ഇത്? വെള്ളായണി കായൽ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ ഏതാ? അത് ശാസ്താംകോട്ട അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ ഏതാ? ശാസ്താംകോട്ടയാണ്. ഇനി കായൽ കടലുമായിട്ട് ചേരുന്ന ഭാഗത്തെ മണൽത്തിട്ട ഏത് പേരിൽ അറിയപ്പെടുന്നത്? പൊഴി എന്നാട്ടോ. എന്താ? പൊഴിയാണ്. കായൽ കടലുമായിട്ട് ചേരുന്ന ഭാഗത്തെ മണൽത്തിട്ട അറിയപ്പെടുന്നത് പൊഴി എന്നാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ശുദ്ധജല തടാകമുണ്ട്. ഏതാ? മാനാഞ്ചിറ തടാകം. എവിടെയാ? കോഴിക്കോട് ജില്ലയിൽ അല്ലെ. കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ ശുദ്ധജല തടാകമാണേത്? മാനാഞ്ചിറ തടാകം. എവിടെയാ? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ ഏതാ? വെള്ളായണി കായൽ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് ഇത്? വെള്ളായണി കായൽ. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് ഇത്? പൂക്കോട് തടാകം. ഇനി മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ തൃശ്ശൂർ കേട്ടോ. മൂരിയാട് തടാകം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാ? പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ ശുദ്ധജല തടാകം ചോദിച്ചാൽ ഏതാ? പൂക്കോട് തടാകം. ഇനി കായൽ കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നത്? അഴിയാട്ടോ. മണൽത്തിട്ടയാണെങ്കിൽ എന്തായിരുന്നു? പൊഴിയായിരുന്നു അല്ലെ. ഇവിടെ എന്താ പറഞ്ഞത്? കായൽ കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഏത് പേരില? അഴി എന്ന പേരിലാണ്. ഇനി കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ഏത്? വൈന്തല തടാകം. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ഏത്? വൈന്തല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ചോദിച്ചാൽ ഏതാ? കൊച്ചിയാട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ചോദിച്ചാൽ ഏതാ? കൊച്ചിയാണ്. ഇനി കേരളത്തിലെ തന്നെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ ചോദിച്ചാൽ ഏതാ? വേളി കായൽ കേട്ടോ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ എന്ന് ചോദിച്ചാൽ ഏതാ? വേളി കായൽ. ഇനി പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? വയനാട് ജില്ലയാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? വയനാട് ജില്ല. ഇനി കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടം നമ്മൾ പറഞ്ഞതായിരുന്നു ഏതാ? പൊഴിയാണ്. ഇനി കായൽ കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇത്? അഴി എന്ന് പറയുന്നത് അല്ലെ. അഴി എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കായൽ ഏത്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയുള്ള കായലാണ് ഇത്? ശാസ്താംകോട്ട കായൽ. ഇതല്ലേ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചല്ലേ? എഫിന്റെ ആകൃതിയിൽ ഏതാ? ശാസ്താംകോട്ട കായൽ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാ? മേപ്പാടിയിൽ അല്ലെ. കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ചോദിച്ചാൽ ഏതാ? മേപ്പാടിയാണ്. അങ്ങനെ ചോദിക്കട്ടെ, ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാ? ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയുള്ള തടാകം അത് നമ്മുടെ പൂക്കോട് തടാകം കേട്ടോ. ഹൃദയത്തിന്റെ ആകൃതിയിലാണെങ്കിൽ ഏതാ? മേപ്പാടിയിലാണ്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലും എന്ന് ചോദിച്ചാൽ ഏതാ? അത്
പൂക്കോട് തടാകം. ഇനി പനയോലയുടെ ആകൃതി ആണെങ്കിൽ ഇതാ അഷ്ടമുടി കേട്ടോ. പനയോലയുടെ ആകൃതി ആണെങ്കിൽ ഇതാ അഷ്ടമുടി കായൽ. അതേപോലെ നീരാളിയുടെ ആകൃതിയും പനയോലയൊക്കെ ചോദിച്ചാൽ ഇതാ അഷ്ടമുടി കേട്ടോ. പനയോല നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ചോദിച്ചാൽ ഇതാ അഷ്ടമുടി കായലാണ്. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയുള്ളതാണെങ്കിൽ പൂക്കോട് തടാകം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിലാണെങ്കിൽ ശാസ്താംകോട്ടയാണ്. ഇനി കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലാണെങ്കിൽ മേപ്പാടി അല്ലെങ്കിൽ ചെമ്പ്ര കൊടുമുടി എന്നും വരാറുണ്ട് കേട്ടോ. മേപ്പാടി അല്ലെങ്കിൽ ചെമ്പ്ര കൊടുമുടി. ഇനി കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാ ശാസ്താംകോട്ട കേട്ടോ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ഇത് ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചിലപ്പോൾ ചോദിക്കാം. ഏത് ജില്ലയിലാ? കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിലാ? കൊല്ലം ജില്ലയിലാണ്. ഇനി ശാസ്താംകോട്ട കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാ? 2002. ശാസ്താംകോട്ട കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ഏതാ? 2002. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത് ശാസ്താംകോട്ട കായൽ. നാഷണൽ ജിയോഗ്രഫിക്കൽ അറൌണ്ട് ദി വേൾഡ് ഇൻ 24 hours എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശം ചോദിച്ചാൽ ഏതാ? കാക്കത്തുരുത്ത്. ഏതാ? കാക്കത്തുരുത്താണ്. നാഷണൽ ജിയോഗ്രഫിക്കിന്റെ അറൌണ്ട് ദി വേൾഡ് ഇൻ 24 hours എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശമാണ് ഇത് കാക്കത്തുരുത്ത്. ഇന്ത്യയിലാദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ചോദിച്ചാൽ ഏതാ? അഷ്ടമുടി കായൽ കേട്ടോ. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ നമ്മൾ പറഞ്ഞു ഏതാ? അഷ്ടമുടി കായൽ. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാ? പൂക്കോട് തടാകം. അഷ്ടമുടി കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലം ഏതാ? നീണ്ടകര അഴി കേട്ടോ. അഷ്ടമുടി കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? നീണ്ടകര അഴിയാണ്. ഇനി പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ ഏതാ? അഷ്ടമുടി കായൽ. പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ ചോദിച്ചാൽ ഏതാ? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിലെ 8 ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്ത്. അഷ്ടമുടി കായലിന്റെ 8 ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണെന്ത്? മൺട്രോ തുരുത്ത്. ഇനി പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ ചോദിച്ചാൽ ഏതാ? അഷ്ടമുടി കായൽ കേട്ടോ. പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ ഏതാ? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. അഷ്ടമുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാ? 2002. വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാ? 2002. വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് തന്നെയാ? 2002 ആണ്. ഇനി വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടുണ്ട് ഏതാ? തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട്ട് കായലിന് കുറുകെയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് ഇത് തണ്ണീർമുക്കം ബണ്ട്. നമ്മൾ പറഞ്ഞു പെരുമൺ തീവണ്ടി അപകടം എവിടെയായിരുന്നു? അഷ്ടമുടി കായലിൽ നടന്നു നമ്മൾ പറഞ്ഞല്ലോ. ഏത് വർഷമാണ് നടന്നതെന്ന് ചോദിച്ചാൽ 1988 ജൂലൈ 8 കേട്ടോ. 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി അപകടം എവിടെ നടക്കുന്നത്? അഷ്ടമുടി കായൽ. ഇനി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ എവിടെയാ? പുന്നാര നെഹ്റു പുന്നമടക്കായൽ അല്ലെ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാ? പുന്നമടക്കായൽ. ഇനി കല്ലട നദി പതിക്കുന്ന കായൽ ചോദിച്ചാലും ഇതാ അഷ്ടമുടി കായൽ കേട്ടോ. കല്ലട നദി പതിക്കുന്ന കായൽ ചോദിച്ചാൽ ഏതാ? അഷ്ടമുടി കായൽ. ഇനി ഗേറ്റ് വേ ഓഫ് ദി ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് ഇത് അഷ്ടമുടി കായൽ. ഇത് നമ്മൾ 1ാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗേറ്റ് വേ ഓഫ് ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് ഇത് അഷ്ടമുടി കായൽ. ഇനി അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? കൊല്ലം ജില്ല. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? കൊല്ലം ജില്ല. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കായലാണ് ഇത് അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. 2ാമത്തെ കായലാണ് ഇത് അഷ്ടമുടി കായൽ. ഇനി കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് ഏത്? സോട്ടപ്പള്ളി സ്പിൽവേ കേട്ടോ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണിത് തോട്ടപ്പള്ളി സ്പിൽവേ. ഇനി വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ചോദിച്ചാൽ ഏതാ? വേമ്പനാട്ട് കായൽ തീരം കേട്ടോ. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ചോദിച്ചാൽ ഏതാ? വേമ്പനാട്ട് കായൽ തീരം. ഇനി കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34 കായലുകളുണ്ട്. 27 കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, 7 ഉൾനാടൻ കായലുകളുമാണ്. ഓർത്തുക, കേരളത്തിലെ കായലുകളുടെ എണ്ണം ഈ 34 അതിൽ 27 കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കായലുകളാണ്, 7 എന്തില്ല ഉൾനാടൻ കായലുകളുമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമ്മൾ പറഞ്ഞില്ല അല്ലെ, വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഇതാ വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ്. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ
പുന്നമടക്കായൽ ഏത് കായലിന്റെ ഭാഗം? വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ്. ഇനി കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? കേരളമാണ്. അതുപോലെ ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ ഏത് തന്നെയാണ്? നമ്മുടെ കേരളമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ എന്ന് ചോദിച്ചാലും ഏതാ? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ ചോദിച്ചാലും ഇത് തന്നെയാ? വേമ്പനാട്ട് കായലാണ്. വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലാണ് ഏത്? വേമ്പനാട്ട് കായൽ. വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലാണ് ഏത്? വേമ്പനാട്ട് കായൽ. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. കുട്ടനാട്ടില് വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണെന്ത്? പുന്നമടക്കായൽ. ഇനി ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? ചീങ്കണ്ണിപ്പുഴയാട്ടോ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാ? ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാ? നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കേട്ടോ. കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? ആറളം വന്യജീവി സങ്കേതം. കർണാടകയിലെ കുടക് വനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ഏത് തന്നെയാണ്? ആറളമാട്ടോ. കർണാടകയിലെ കൂർഗ് അല്ലെങ്കിൽ കുടകുമായിട്ട് ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ഏത് തന്നെയാണ്? ആറളമാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പാമ്പാറ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പാമ്പാറ്. ഇനി ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? കുറുമാലിപ്പുഴ കേട്ടോ. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? കുറുമാലിപ്പുഴയാണ്. ഇനി കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ഏത്? ചിന്നാറ്. കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ഏത്? ചിന്നാറ്. ചാമ്പൽ, മലയണ്ണാന്, നക്ഷത്രാമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? ചിന്നാറാണ്. ഇത് രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചു അല്ലെ. ചാമ്പൽ, മലയണ്ണാനും നക്ഷത്രാമയും കാണപ്പെടുന്നത് എവിടെയാ? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇനി ചെന്തുരുണി മരണത്തിന്റെ ശാസ്ത്രീയ നാമം ചിലപ്പോൾ ചോദിക്കാം. ഏതാ? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക കേട്ടോ. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താ? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഇനി കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാ? മരക്കുന്നം ദ്വീപ് കേട്ടോ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാ? മരക്കുന്നം ദ്വീപാണ്. ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാ? നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിന്റെ 17ാമത് വന്യജീവി സങ്കേതം ചോദിച്ചാൽ കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കേരളത്തിന്റെ 17ാമത് വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. ഇനി ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഏതാ? കുളത്തൂപ്പുഴ റിസർവ് വനമാട്ടോ. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഏതാ? കുളത്തൂപ്പുഴ റിസർവ് വനമാണ്. ഇനി ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതവും ഏതാ? ചെന്തുരുണിയാണ്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഇത്? ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇനി ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പറമ്പിക്കുളത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഓർത്തുവെച്ചു 2010 കേട്ടോ. ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായിക്കൊണ്ട് പറമ്പിക്കുളത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 2010 ഇനി റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം കൂടിയാണ് ഇത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും ഏതാ? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ഇനി തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഇത്? പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാലും ഏതാ? പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാ? തൂണക്കടവ് കേട്ടോ. എവിടെയാ? തൂണക്കടവ്. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാ? കക്കയം കേട്ടോ. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ ഏതാ? കക്കയമാണ്. ഇനി അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇത്? നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇത്? പറമ്പിക്കുളം. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇത്? പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഓർത്തു വെച്ചോ? 1973. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാ? 1973. ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാ? പാലക്കാട് ജില്ലയിൽ കേട്ടോ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാ? പാലക്കാട് ജില്ലയിലാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാ? 1973 കേട്ടോ. വയനാട് വന്യജീവി സങ്കേതം ഏത് വർഷമാണ് നിലവിൽ വന്നത്?
ചെയ്തത് 1973. ഇതിൻ്റെ പ്രത്യേകത എന്താ? തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ടും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? വയനാട് വന്യജീവി സങ്കേതമാണ്. അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇനി പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് ഏത്? മംഗളാദേവി ക്ഷേത്രം കേട്ടോ. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് ഇത്? മംഗളാദേവി ക്ഷേത്രം. ഇനി കേരള ബാങ്ക് ബക്കർലീപ്പ് പഠന പദ്ധതിയാണ് നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? പെരിയാർ വന്യജീവി സങ്കേതം കേട്ടോ. ലോകബാങ്ക് ബക്കർലീപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ഏത്? വയനാട് വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ ഏതാ? പെരിയാർ. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത്? പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1978. ഇനി കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇത്? പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ ഏതാ? പെരിയാറാണ്. 1934 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? ശ്രീ ചിത്തിര തിരുനാള്. എന്താണെന്നറിയോ? പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യത്തെ പേരായിരുന്നു എന്ത്? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് കേട്ടോ. അത് സ്ഥാപിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാളാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഇത്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഏതാ? പീരുമേട് താലൂക്ക് കേട്ടോ. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ? പീരുമേട് താലൂക്ക്. എനിക്ക് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം കൂടിയാണ് ഇത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലുതുമാണ് ആദ്യത്തേതുമാണ് ഇത്? പെരിയാർ. ഇനി ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇത്? പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാ? പെരിയാർ വന്യജീവി സങ്കേതം. ഇനി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഇത്? പെരിയാർ വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതാണ് ഇത്? പെരിയാർ വന്യജീവി സങ്കേതം. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമാരം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാ? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമാര സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാ? 1973. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാ? 1973. ഇനി പാത്രക്കടവ് പദ്ധതിക്കെതിരെ പ്രക്ഷോഭത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാ? MGK മേനോൻ കേട്ടോ. MGK മേനോൻ. അതായത് സൈലന്റ് വാലിയുടെ ഉള്ളിൽ നിർമ്മിക്കാൻ വേണ്ടി അതായത് നമ്മുടെ വൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതാണ് പാത്രക്കടവ് പദ്ധതി എന്ന് പറയുന്നത്. അതിനെതിരെ പ്രക്ഷോഭം നടന്നു. അതിനെതിരെ പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചൊരു കമ്മീഷൻ ആയിരുന്നു ഇത്? MGK മേനോൻ കേട്ടോ. ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നമ്മൾ പറഞ്ഞതാണ് ഇതാ? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി അല്ലേ? പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരെന്താ? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി. ഇനി തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഇത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇനി ഇന്ത്യയിലെ 38ാമത്തെ കടുവാ സങ്കേതം ചോദിച്ചാൽ ഏതാ? പറമ്പിക്കുളം ആട്ടോ. ഇന്ത്യയിലെ 38ാമത്തെ കടുവാ സങ്കേതമാണ് ഇത്? പറമ്പിക്കുളം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? പാലക്കാട്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് ഇത്? സൈലന്റ് വാലി. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ചോദിച്ചാൽ ഏതാ? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ഇത്? സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ഇത്? സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984. അങ്ങനെയാണെങ്കിൽ ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1985. 1984 എന്ത് ചെയ്യുന്നത്? ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. 85 ആര് ഉദ്ഘാടനം ചെയ്തു? രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2007. സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ ഏതാ? 2007 ആണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാരാ? റോബർട്ട് വൈറ്റ് ആട്ടോ. ആരാ? റോബർട്ട് വൈറ്റ് ആണ്. ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇത്? തൂതപ്പുഴ. അങ്ങനെയാണെങ്കിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാ? കുന്തിപ്പുഴ. രണ്ടും ഡിഫറൻറ്റ് നോക്കണേ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിൽ തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്നതാണെങ്കിൽ ഏതാ?
കുന്തിപ്പുഴയാണ്. ഈ 145 സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാ? 2009 കേട്ടോ. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ചോദിച്ചാൽ ഏതാ? 2009 ആണ്. ഇനി വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്താ? കുലീന എക്സാറാലിറ്റ. കുലീനിയ എക്സാറാലിറ്റ. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്താ? കുലീനിയ എക്സാറാലിറ്റ. ഇനി പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിക്കെതിരെ പോരാടിയ സംഘടന ചോദിച്ചാൽ ഏതാ? സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് കേട്ടോ. സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. ഇനി വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് ഏത്? ഇരവികുളം നാഷണൽ പാർക്ക് അല്ലെ. ഇരവികുളം നാഷണൽ പാർക്കാണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഇരവികുളം ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം ചിലപ്പം ചോദിക്കാം. 1978 ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ ഏതാ? 1978 ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം അല്ലെ. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇത് ഇരവികുളം എന്ന് പറയുന്നത്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കിയാണ് അല്ലെ. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇത് ഇടുക്കി കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, അതായത് PSCയുടെ ആൻസർ പ്രകാരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇത് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാ? പാമ്പാടും ചോല കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാ? പാമ്പാടും ചോല. ഇനി കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 5 ദേശീയോദ്യാനം കേട്ടോ. PSCയുടെ ആൻസർ പ്രകാരം കേരളത്തിൽ 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുടെ കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ല കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുടെ ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ലയാണ്. ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനം ചോദിച്ചാൽ ഏതാ? കുറിഞ്ഞിമല കേട്ടോ. ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനമാണ് ഇത് കുറിഞ്ഞിമല. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് ഇത്? നീലക്കുറിഞ്ഞി കേട്ടോ. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ചോദിച്ചാൽ ഏതാ? നീലക്കുറിഞ്ഞിയാണ്. ഇനി നീലക്കുറിഞ്ഞി പോകുന്നതിന്റെ ഓർമ്മക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാ? 2006 കേട്ടോ. ഏതാ? 2006 നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാ? 2006. ഇനി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് ഇത്? കബനി നദി കേട്ടോ. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് ഇത്? കബനി നദി. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാ? നാഗർഹോള ദേശീയോദ്യാനം കേട്ടോ. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാ? നാഗർഹോള ദേശീയോദ്യാനമാണ്. ഇനി ഭവാനി ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലൂടെയാണ്. ഭവാനി നദി ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? പാലക്കാട് ജില്ലയാണ്. ഇനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാ? ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ശിരുവാണി നദി. ഇനി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ചോദിച്ചാൽ ഏതാ? ശിരുവാണി അണക്കെട്ട്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ഏത്? ശിരുവാണി അണക്കെട്ട്. പമ്പാർ നദി ഉത്ഭവിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? ദേവികുളം കേട്ടോ. പാമ്പാർ നദി ഉത്ഭവിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? ദേവികുളമാണ്. ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാ? പാമ്പാർ തന്നെ കേട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? പാമ്പാറാണ്. ഇനി ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏത്? ശിരുവാണി. ഭവാനി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏത്? ശിരുവാണി. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ഭവാനി കേട്ടോ. ഭവാനി പുഴയിലാണ് ഏത്? മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത്. പാമ്പാറിന്റെ മറ്റൊരു പേര് ചോദിക്കാറുണ്ട് ഏതാ? തലയാറ്. പാമ്പാർ നദിയുടെ മറ്റൊരു പേരാണ് എന്ത്? തലയാറ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത്: കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഏതാ? പാമ്പാർ കേട്ടോ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാ? പാമ്പാറാണ്. ഇനി പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പോഷക നദിയാണ് അമരാവതി. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏത്? അമരാവതി. ഇനി OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചോദിക്കാം ഏതാ? പാമ്പാർ കേട്ടോ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ?
പാമ്പാറാണ്. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാ? ഇരവഴിഞ്ഞിപ്പുഴ കേട്ടോ. ഇരവഴിഞ്ഞിപ്പുഴ. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദിയാണ് ഇത്, ഇരവഴിഞ്ഞിപ്പുഴ. ഇനി ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ചാലക്കുടിപ്പുഴ കേട്ടോ. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ചാലക്കുടിപ്പുഴയാണ്. ഇനി ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതൽ നദിയാണ് ഏത്? ചാലക്കുടിപ്പുഴ. അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ് ഏത്? ചാലക്കുടിപ്പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഏത്? ചാലക്കുടിപ്പുഴ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ചോദിച്ചാലും ഏതാ? ചാലക്കുടിപ്പുഴ. എന്തൊക്കെയാ ചാലക്കുടിപ്പുഴ പറഞ്ഞത്? ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതൽ നദി ചാലക്കുടിപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി ചാലക്കുടിപ്പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ഏത്? ചാലക്കുടിപ്പുഴ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? ചാലക്കുടിപ്പുഴ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് ഏത്? ചാലക്കുടിപ്പുഴയിലെ വൈൻതലയിലാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് ഏത്? വൈൻതല. ഏത് പുഴയിലാ? ചാലക്കുടിപ്പുഴയിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് ഏത്? നെയ്യാറ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാ? നെയ്യാറാണ്. നെയ്യാറ് പതിക്കുന്ന കടൽ ചോദിച്ചാൽ ഏതാ? അറബിക്കടൽ. നെയ്യാറ് പതിക്കുന്ന കടല് അറബിക്കടല്. നെയ്യാറിന്റെ നീളം എത്രയാ? 56 കിലോമീറ്റർ. നെയ്യാറിന്റെ നീളം എത്രയാ? 56 കിലോമീറ്റർ. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ ഏതാ? അഗസ്ത്യമല. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം ഏതാ? അഗസ്ത്യമലയാണ്. ഇനി മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാ? ഉപ്പളക്കായൽ കേട്ടോ. മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാ? ഉപ്പളക്കായല്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് ഏത്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ചോദിച്ചാൽ ഏതാ? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം ചിലപ്പോൾ ചോദിക്കുക എത്രയാ? 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാ? 16 കിലോമീറ്റർ. ഇനി കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കബനി നദി അല്ലെ. കുറുവാദ്വീപ് എവിടെയാ? വയനാട്ടിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപാണ് ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഏത്? കുറുവാദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഇത്, കുറുവാദ്വീപ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഏതാ? കബനിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചോദിച്ചാൽ ഏതാ? ചാലക്കുടിപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചോദിച്ചാൽ ഏതാ? ചാലക്കുടിപ്പുഴയാണ്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ഏതാ? ബാലപ്പോണി കുന്നുകളാണ് കേട്ടോ. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ഏതാ? ബാലപ്പോണി കുന്നുകളാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ചോദിച്ചാൽ ഏതാ? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ചോദിച്ചാലും ഏതാ? മഞ്ചേശ്വരം പുഴയാണ്. ഇനി മയ്യഴിപ്പുഴ പതിക്കുന്നത് എവിടെയാ? അറബിക്കടൽ കേട്ടോ. മയ്യഴിപ്പുഴ പതിക്കുന്നത് എവിടെയാ? അറബിക്കടൽ. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നതാണ് ഏത്? മയ്യഴിപ്പുഴ അല്ലെ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഏതാ? M. മുകുന്ദൻ അല്ലെ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? M. മുകുന്ദനാണ്. കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റൊഴുകുന്ന നദി ചോദിച്ചാൽ ഏതാ? ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റൊഴുകുന്ന നദിയാണ് ഏത്? ചന്ദ്രഗിരിപ്പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ഏത്? ചന്ദ്രഗിരിപ്പുഴ അല്ലെ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ഏത്? ചന്ദ്രഗിരിപ്പുഴ. ഈ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാ? മീനച്ചിലാർ അല്ലെ. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? മീനച്ചിലാറ്. ഇനി പരവൂർ കായലിൽ പതിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? ഇത്തിക്കരപ്പുഴ കേട്ടോ. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഏത്? ഇത്തിക്കരപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഏതാ? കുറ്റ്യാടിപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഏതാ? കുറ്റ്യാടിപ്പുഴയാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഏതാ? ചാലിപ്പുഴ കേട്ടോ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ചാലിപ്പുഴയാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാലോ? അഞ്ചരക്കണ്ടിപ്പുഴ. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? അഞ്ചരക്കണ്ടിപ്പുഴയാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഏതാ? കബനിയാട്ടോ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഏതാ? കബനിയാണ്. ഏറ്റവും ചെറുത് ഏതായിരുന്നു? പാമ്പാർ അല്ലെ. കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറുമാണ്. ഇനി അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഏതാ? രാമപുരം പുഴ കേട്ടോ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഏതാ? രാമപുരമാണ്. കർണാടകയിൽ ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം പുഴ. കർണാടകയിൽ ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് ഇത്? വളപട്ടണം പുഴ. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ലയാണ് കോഴിക്കോട്. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാ? കോഴിക്കോട്. കബനി നദി കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം ഏതാ? തിരുമക്കുടൽ കേട്ടോ. തിരുമക്കുടൽ. കബനി നദി കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? തിരുമക്കുടലാണ്.
കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? കപില. ഇനി അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? മീനച്ചിലാർ കേട്ടോ. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് ഇത്? മീനച്ചിലാർ. ഇനി കബനി നദി ഉത്ഭവിക്കുന്ന സ്ഥലം ഏതാ? വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് കേട്ടോ. കബനി നദി ഉത്ഭവിക്കുന്ന എവിടുന്ന? തൊണ്ടാർമുടിയാണ്. കബനി നദിയുടെ പതന സ്ഥാനം ചോദിച്ചാൽ ഏതാ? കാവേരി നദിയില്. കബനി നദിയുടെ പതന സ്ഥാനം എവിടെയാ? കാവേരി നദിയില്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാ? മലമ്പുഴ അണക്കെട്ട് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാ? മലമ്പുഴ അണക്കെട്ടാണ്. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് ഏതാ? ആറ്റുകാൽ ക്ഷേത്രമാണ്. ഇനി ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഏതാ? കബനി നദിയിൽ കേട്ടോ. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കബനി നദിയാണ്. ഇനി മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ചോദിച്ചാൽ ഏതാ? പമ്പയാട്ടോ. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ഏതാ? പമ്പയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് ഇത്? മാരാമൺ കൺവെൻഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് ഇത്? മാരാമൺ കൺവെൻഷൻ. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ഏതാ? പമ്പ നദിയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? കുട്ടനാട് കേട്ടോ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്? കുട്ടനാട്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയാണ് ഇത്? പമ്പ നദി കേട്ടോ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയാണ് ഇത്? പമ്പ. ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ ഏതാ? പമ്പയാട്ടോ. ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ ഏതാ? പമ്പയാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാ? ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് ഇത്? പമ്പ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് ഇത്? പമ്പ നദി. ഗായത്രി പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരുന്ന സ്ഥലമാണ് ഇത്? മായന്നൂർ കേട്ടോ. അപ്പോൾ ഗായത്രിപ്പുഴയുടെ പോഷക നദിയാണ് ഇത്? ഗായത്രിപ്പുഴ. ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയുമായിട്ട് ചേരുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? മായന്നൂരാണ്. ഇനി പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് ഏത്? കണ്ണാടിപ്പുഴ. മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ചിലപ്പോൾ ചോദിക്കാം ഏതാ? ഭാരതപ്പുഴ. മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാ? ഭാരതപ്പുഴ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ? ചെറുതുരുത്തി അല്ലെ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ ചെറുതുരുത്തിയാണ്. തിരുവിതാംകൂറിലെ ജീവനാടി എന്നറിയപ്പെടുന്ന ഏതാ? പമ്പ അല്ലെ. തിരുവിതാംകൂറിന്റെ ജീവനാടി പമ്പയാണെങ്കിൽ കേരളത്തിന്റെ ജീവരേഖ ഏതാ? പെരിയാർ അല്ലെ. കേരളത്തിൻ്റെതാണെങ്കിൽ പെരിയാർ. ഇനി പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? പമ്പ നദി അല്ലെ. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാ? പമ്പ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് ഏത്? ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാ? ചാലിയാർ. ബേപ്പൂർ പുഴ ഏതാ? ചാലിയാർ. വായു മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള ചോദിച്ചാൽ ഏതാ? ചാലിയാർ ലഹള. വായു മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹളയാണ് ഏത്? ചാലിയാർ ലഹള. ചാലിയാർ പതിക്കുന്ന കടൽ ഏതാ? അറബിക്കടൽ കേട്ടോ. ചാലിയാർ പതിക്കുന്ന കടൽ ഏതാ? അറബിക്കടൽ. ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ചോദിച്ചാൽ ഏതാ? ഗ്വാളിയോർ റയോൺസ് കേട്ടോ. ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഇത്? ഗ്വാളിയോർ റയോൺസ്. കേരളത്തിലെ ഏറ്റവും മലിനീകരണപ്പെട്ട നദി ചോദിച്ചാൽ ഏതാ? ചാലിയാർ കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട നദി ചോദിച്ചാൽ ഏതാ? ചാലിയാറാണ്. ഇനി ചാലിയാർ ലഹളക്ക് നേതൃത്വം നൽകിയ വ്യക്തി ചോദിച്ചാൽ ആരാ? KA റഹ്മാൻ കേട്ടോ. ചാലിയാർ ലഹളക്ക് നേതൃത്വം നൽകിയ വ്യക്തി ചോദിച്ചാൽ KA റഹ്മാനാണ്. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും മലിനീകരണപ്പെട്ട നദി മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത് പഠിക്കണ്ട കേട്ടോ. മാറിയിട്ടുണ്ട്. കറക്റ്റ് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇനി ചാലിയാർ ലഹളക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഓർത്തു വെച്ചു? KA റഹ്മാനാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? P. കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? P. കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? MT വാസുദേവൻ നായർ. നിളയുടെ കവി P. കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ ചോദിച്ചാൽ MT വാസുദേവൻ നായർ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന ഏതാ? കണ്ണാടിപ്പുഴ കേട്ടോ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന ഏതാ? കണ്ണാടിപ്പുഴയാണ്. പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? തിരുനാവായ. പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലമാണ് ഇത്? തിരുനാവായ. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയ വ്യക്തിയാണ് ആര്?
തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേരുണ്ട്. ആ പേര് നൽകിയ വ്യക്തിയാണ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇനി ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താ? ശോകനാശിനി പുഴ എന്നാട്ടോ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താ? ശോകനാശിനി പുഴ എന്നാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന ഏതാ? ഭാരതപ്പുഴ അല്ലെ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് ഏത്? പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം ഏതാ? പൊന്നാനി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഏത്? ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഏത്? ഭാരതപ്പുഴ. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാ? 1341 AD 1341. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുടെ നദി ചോദിച്ചാൽ ഏതാ? പെരിയാർ നദി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുടെ നദി ചോദിച്ചാൽ ഏതാ? പെരിയാർ നദി. മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്നീ മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായിട്ട് പെരിയാർ വേർപിരിയുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? ആലുവ കേട്ടോ. എന്താ? പെരിയാർ നദി ആലുവയിൽ വെച്ചിട്ടാണ് രണ്ടായിട്ട് പിരിയുന്നുണ്ട്. എന്തൊക്കെയായിട്ട്? മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്നും. ഇനി പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ഏതാ? കൊടുങ്ങല്ലൂർ തുറമുഖം കേട്ടോ. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖമാണ് ഏത്? കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിൽ 1924 വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരാണ് 99 വെള്ളപ്പൊക്കം. പെരിയാറിൽ 1924 വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന ഏത് പേരില? 99 വെള്ളപ്പൊക്കം എന്നാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? പെരിയാർ നദി. നീളം എത്രയാ? 244 കിലോമീറ്റർ. 244 കിലോമീറ്റർ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാ? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ചോദിച്ചാൽ ഏതാ? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ചോദിച്ചാലും ഏത് തന്നെയാ? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? കാസർഗോഡ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാ? കാസർഗോഡ്. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 11 കേട്ടോ. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 11. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഏതാ? കുറ്റ്യാടിപ്പുഴ കേട്ടോ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു ഏതാ? തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്നത് കുന്തിപ്പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഏതാ? അയിരൂർ പുഴ അല്ലെ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? അയിരൂർ പുഴയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാ? പമ്പാ നദി കേട്ടോ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന ഏതാ? പമ്പാ നദിയാണ്. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാ? 41 കേട്ടോ. കേരളത്തിൽ ടോട്ടൽ 44 നദികളുണ്ട്. അതിൽ 41 എങ്ങോട്ടാ? പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ്. കേരളത്തിലെ ടോട്ടൽ നദികളുടെ എണ്ണം ചോദിച്ചാൽ 44. പെരിയാറിന്റെ പതനം ഏതാ? വേമ്പനാട്ട് കായൽ കേട്ടോ. പെരിയാർ നദി പതിക്കുന്നത് എവിടെയാ? വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? പെരിയാർ നദി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാ? പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയോ? അതും പെരിയാർ കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നദി ചോദിച്ചാലോ? അതും പെരിയാർ കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ എവിടെയാ? പെരിയാറിലാണ്. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഏതാ? പെരിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? പെരിയാർ. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? ഇടുക്കിയും എറണാകുളം കേട്ടോ. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതാ? ഇടുക്കിയും എറണാകുളവും. ഇനി പെരിയാറിനോട് ആദ്യം ചേർന്ന പോഷക നദി ചോദിച്ചാൽ ഏതാ? മുല്ലയാറ്. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ചോദിച്ചാൽ ഏതാ? മുല്ലയാറ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് ഇത്? പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് ഇത്? പെരിയാർ. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി ചോദിച്ചാൽ ഏതാ? കുന്തിപ്പുഴ കേട്ടോ. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദിയാണ് ഇത്? കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദിയാണ് ഏത്? കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി ചോദിച്ചാൽ ഏതാ? കുന്തിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? നമ്മൾ പറഞ്ഞു പെരിയാറാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദിയാണ് ഇത്? പെരിയാർ. ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ ഏതാ? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഏത് നദിയിലാ? പെരിയാറിലാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ഇത്? പെരിയാർ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ഇത്? പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏതാ? പെരിയാർ. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന നദീതീരം ചോദിച്ചാൽ ഏതാ?
പമ്പയാട്ടോ. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന നദീതീരം ഏതാ? പമ്പയാണ്. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ അല്ലെ, മയ്യഴിപ്പുഴയാണ് കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത്. പമ്പാറിന്റെ പതനം ചോദിച്ചാൽ എവിടെയാ? കാവേരി നദി കേട്ടോ. കബനി, ഭവാനി, പാമ്പാറിലെ ആ പാമ്പാറിന്റെ പതനസ്ഥാനം എവിടെയാ? കാവേരി നദിയിലാണ്. ഇനി പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1957 കേട്ടോ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാ? 1957. അതുപോലെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലാട്ടോ. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? കോഴിക്കോട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? കോഴിക്കോടാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം, കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാ? ചുണ്ടൽ കേട്ടോ. ചുണ്ടലാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. അടക്ക ഗവേഷണ കേന്ദ്രം പാലക്കാട്. അടക്ക ഗവേഷണ കേന്ദ്രം പാലക്കാട്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം എവിടെയാ? പാലോട്. ഇനി വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി കേട്ടോ. വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? പീച്ചിയാണ്. അതുപോലെ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എവിടെയാ? വാഴക്കുളം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാ? കണ്ണാറ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? കോട്ടയത്ത് കേട്ടോ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? കോട്ടയമാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാ? മേനോൻപാറ. കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാ? മേനോൻപാറയാണ്. കേരള ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാ? പാമ്പാടുംപാറ. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാ? 1975 കേട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാ? 1975. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ചോദിച്ചാൽ ഏതൊക്കെയാ? ഇടുക്കി, ചെറുതോണി, കുളമാവ് കേട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ചോദിച്ചാൽ ഏതൊക്കെയാ? ഇടുക്കി, ചെറുതോണി, കുളമാവാണ്. ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1975 ഒക്ടോബർ 4 കേട്ടോ. 1975 ഒക്ടോബർ 4. എന്നാൽ ഇടുക്കി ഡാമിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം ചോദിച്ചാൽ ഏതാ? അത് 1976 കേട്ടോ. 1976 ഇടുക്കി ഡാമിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ ഏത് വർഷം? 1976 കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാ? 1954. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാ? 1954. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഏതാ? പെരിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? പെരിയാർ. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ഇടമലയാർ. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി ഏതില? ഇടമലയാറിൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? മണിയാർ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തതാരാ? ഇന്ദിരാഗാന്ധി അല്ലെ. ഇതല്ലേ രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചില്ല. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തതാരാ? ഇന്ദിരാഗാന്ധിയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാ? 1972. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1972. ഇനി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സംരംഭം നിലവിൽ വന്നത് കഞ്ചിക്കോട് കേട്ടോ. കഞ്ചിക്കോട് എവിടെയാ? പാലക്കാട് ജില്ലയിൽ അല്ലെ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സംരംഭമാണ് കഞ്ചിക്കോട്. കഞ്ചിക്കോട് എവിടെയാ? പാലക്കാട്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഏതാ? കൂത്തുങ്കൽ കേട്ടോ. കേരളത്തില് സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഏതാ? കൂത്തുങ്കലാണ്. ഇനി കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാ? പമ്പ. പമ്പ എവിടെയാ? പത്തനംതിട്ട. അപ്പോൾ കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? പത്തനംതിട്ടയിലാണ്. ഇതാണ് രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് സഹകരിച്ച രാജ്യം ചോദിച്ചാൽ ഏതാ? കാനഡയാട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് സഹകരിച്ച രാജ്യം ചോദിച്ചാൽ കാനഡയാണ്. കല്ലട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം 1994 കേട്ടോ. കല്ലട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം 1994. ഇനി ബ്രഹ്മപുരം താപവൈദ്യുതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ ഏതാ? ഡീസൽ കേട്ടോ. ഏതാ? ഡീസലാണ്. ബ്രഹ്മപുരം താപവൈദ്യുതിയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ ഏതാ? ഡീസലാണ്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാ?
1997 ബ്രഹ്മപുരം താപവൈദ്യുത നിലയം പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാ? 1997. ഇനി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഏത്? രാമക്കൽമേട്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രം ചോദിച്ചാൽ ഏതാ? രാമക്കൽമേടാണ്. ഇനി കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ? നാഫ്ത കേട്ടോ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിച്ചിരുന്ന ഇന്ധനം ചോദിച്ചാൽ ഏതാ? നാഫ്തയാണ്. നല്ലളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ? ഡീസൽ അല്ലെ. നല്ലളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ? ഡീസലാണ്. ഇനി ബ്രഹ്മപുരം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? എറണാകുളം. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് ഏത്? കായംകുളം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് ഏത്? കായംകുളം. നല്ലളം താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാ? കോഴിക്കോട് ജില്ലയിലാണ്. നല്ലളം ഡീസൽ പ്ലാന്റ് എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹകരിച്ച രാജ്യം ഏതാ? ചൈനയാട്ടോ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് സഹകരിച്ച രാജ്യം ചോദിച്ചാൽ ഏതാ? ചൈനയാണ്. ഇനി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലമാണ് വിഴിഞ്ഞം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം ചോദിച്ചാൽ ഏതാ? വിഴിഞ്ഞമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുടെ ജില്ല ഏതാ? ഇടുക്കി ജില്ല കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുടെ ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ലയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ പവർ സ്റ്റേഷൻ ചോദിച്ചാൽ ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ പവർ സ്റ്റേഷൻ ചോദിച്ചാൽ വിഴിഞ്ഞം. ഏതാ? വിഴിഞ്ഞമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുടെ നദി ഏതാ? പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുടെ നദി ചോദിച്ചാൽ ഏതാ? പെരിയാറാണ്. ഇനി ഇടമലയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം 1987. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാ? ഇടമലയാർ. ഇനി കായംകുളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ആലപ്പുഴ. കായംകുളം താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാ? ആലപ്പുഴയാണ്. ഇനി മണിയാർ ജലവൈദ്യുത പദ്ധതി ഏത് വർഷം നിലവിൽ വന്നേ? 1995 കേട്ടോ. മണിയാർ ജലവൈദ്യുത പദ്ധതി ഏത് വർഷം? 1995 കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം ഏതാ? കഞ്ചിക്കോട് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം ചോദിച്ചാൽ ഏതാ? കഞ്ചിക്കോടാണ്. പെരുന്തേനരുവി ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? പത്തനംതിട്ടയിലാണ്. പെരുന്തേനരുവി ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാ? നല്ലളം. ഏതാ? നല്ലളം കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം ചോദിച്ചാൽ ഏതാ? നല്ലളമാണ്. ഇനി ലോവർ മീൻമുട്ടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? തിരുവനന്തപുരത്ത്. ലോവർ മീൻമുട്ടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ആദ്യത്തെ പഞ്ചായത്താണ് ഇത്? മാങ്കുളം പഞ്ചായത്ത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് വിൽക്കുന്ന ആദ്യത്തെ പഞ്ചായത്താണ് ഇത്? മാങ്കുളം. മാങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ല കേട്ടോ. മാങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? ഇടുക്കി ജില്ലയിലാണ്. ഇനി കുത്തുങ്കൽ ചെറുകിട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കുത്തുങ്കൽ എവിടെയാ? പന്നിയാർ കേട്ടോ. ഓർത്തുക, പന്നി കുത്തും എന്നോർത്തുക അല്ലെ. കുത്തുങ്കൽ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാ? പന്നിയാറിലാണ്. ഇനി മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? മണിയാർ, പത്തനംതിട്ട. മണിയാർ എവിടെയാ? പത്തനംതിട്ട. ഇനി ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? ബാരാപ്പോൾ എവിടെയാ? കണ്ണൂർ ജില്ലയിൽ കേട്ടോ. ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി എവിടെയാ? കണ്ണൂർ ജില്ലയിലാണ്. ഇനി മാങ്കുളം ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? മാങ്കുളം ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിൽ കേട്ടോ. മാങ്കുളം ചെറുകിട ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. ഇനി ചെമ്പുകടവ് ജലവൈദ്യുത പദ്ധതി, ചെമ്പുകടവ് ജലവൈദ്യുത പദ്ധതി എവിടെയാ? കോഴിക്കോട് കേട്ടോ. ചെമ്പുകട എവിടെയാ? കോഴിക്കോട്. വെള്ളത്തൂവൽ ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കി ജില്ല കേട്ടോ. വെള്ളത്തൂവൽ ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കി ജില്ല. ആഢ്യൻപാറ ജലവൈദ്യുത പദ്ധതി എവിടെയാ? മലപ്പുറത്ത് കേട്ടോ. ആഢ്യൻപാറ എവിടെയാ? മലപ്പുറത്ത്. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. ഇനി പൂഴിത്തോട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? പൂഴിത്തോട് കോഴിക്കോട്. പൂഴിത്തോട് കോഴിക്കോട്. കല്ലാർ ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കി ജില്ല കേട്ടോ. കല്ലാർ ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. ഇരുട്ടുകാനം ചെറുകിട ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കിയിലാട്ടോ. ഇടുക്കിയിലാണ്. മീൻവല്ലം ചെറുകിട പദ്ധതി എവിടെയാ? പാലക്കാട്. മീൻ എവിടെയാ? പാലക്കാട്. മീൻവല്ലം ചെറുകിട ജലവൈദ്യുത പദ്ധതി എവിടെയാ? പാലക്കാട്. ഇനി കരിക്കയം ചെറുകിട ജലവൈദ്യുത പദ്ധതി എവിടെയാ? പത്തനംതിട്ട. കരിക്കയം ചെറുകിട ജലവൈദ്യുത പദ്ധതി എവിടെയാ? പത്തനംതിട്ട. ഇനി ഉള്ളുങ്കൽ
ഉള്ളുങ്കൽ ചെറുകിട ജലവൈദ്യുത പദ്ധതി. ഉള്ളുങ്കൽ എവിടെയാ? പത്തനംതിട്ട. ഉള്ളുങ്കൽ എവിടെയാ? പത്തനംതിട്ട. ഉള്ളുങ്കൽ ചെറുകിട ജലവൈദ്യുത പദ്ധതി എവിടെയാ? പത്തനംതിട്ട. ഇനി ഉറുമി ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഉറുമി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് അല്ലെ. ഉറുമി ജലവൈദ്യുത പദ്ധതി എവിടെയാ? കോഴിക്കോട്. പീച്ചി ജലവൈദ്യുത പദ്ധതി എവിടെയാ? തൃശ്ശൂർ. പീച്ചി എവിടെയാ? തൃശ്ശൂർ. വിലങ്ങാട് ചെറുകിട ജലവൈദ്യുത പദ്ധതി എവിടെയാ? കോഴിക്കോട് കേട്ടോ. വിലങ്ങാട് ചെറുകിട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? കോഴിക്കോടാണ്. ഇനി ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതി എവിടെയാ? തൃശ്ശൂർ അല്ലെ. ചിമ്മിനി എവിടെയാ? തൃശ്ശൂർ. മലമ്പുഴ എവിടെയാ? പാലക്കാട് അല്ലെ. മലമ്പുഴ ജലവൈദ്യുത പദ്ധതി എവിടെയാ? പാലക്കാട്. ഇനി മലങ്കര എവിടെയാ? ഇടുക്കി ട്ടോ. മലങ്കര ചെറുകിട ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കിയിലാണ്. മാട്ടുപ്പെട്ടി നമുക്കറിയാം ഇടുക്കിയിലെ. മാട്ടുപ്പെട്ടി ഇടുക്കിയാണ്. ഇനി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഏതാ? കുറ്റ്യാടി. മലബാറിലെ ആദ്യത്തെ ചെറുകിട ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഏതാ? കുറ്റ്യാടിയാണ്. പെരിങ്ങൽകുത്ത് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഏതാ? ചാലക്കുടി ട്ടോ. പെരിങ്ങൽകുത്ത് എവിടെയാ? ചാലക്കുടി. ഇനി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? കോഴിക്കോട് അല്ലെ. കുറ്റ്യാടി എവിടെയാ? കോഴിക്കോട്. പേപ്പാറ ജലവൈദ്യുത പദ്ധതി എവിടെയാ? പേപ്പാറ ജലവൈദ്യുത പദ്ധതി തിരുവനന്തപുരത്ത് കേട്ടോ. പേപ്പാറ എവിടെയാ? തിരുവനന്തപുരത്ത്. പേപ്പാറ തിരുവനന്തപുരത്ത്. ഇനി കല്ലട ജലവൈദ്യുത പദ്ധതി എവിടെയാ? കൊല്ലം. കല്ലട കൊല്ലം അല്ലെ. കല്ലട കൊല്ലം. കല്ലട ജലവൈദ്യുത പദ്ധതി എവിടെയാ? കൊല്ലത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. എത്ര മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്? 780 മെഗാവാട്ട് കേട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി ചോദിച്ചാൽ എത്ര? 780 മെഗാവാട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് ഇത്? മൂലമറ്റം. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് ഇത്? മൂലമറ്റം. ഇനി പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കിയാട്ടോ. പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ഇടുക്കിയാണ്. മൂലമറ്റം പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കിയാണ്. മൂലമറ്റം പവർ ഹൗസ് എവിടെയാ? ഇടുക്കിയാണ്. ഇനി ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാലോ? എറണാകുളം. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ എവിടെയാ? എറണാകുളത്താണ്. ഇനി ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? ഷോളയാർ തൃശ്ശൂർ. ഷോളയാർ തൃശ്ശൂരാണ്. ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണെങ്കിൽ അത് ചാലക്കുടി പുഴ. ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണെങ്കിൽ ഏതാ? ചാലക്കുടി പുഴ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? തൃശ്ശൂർ കേട്ടോ. പെരിങ്ങൽകുത്ത് എവിടെയാ? തൃശ്ശൂരാണ്. ഇനി ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാ? ഇടുക്കി കേട്ടോ. ലോവർ പെരിയാർ എവിടെയാ? ഇടുക്കിയിലാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എവിടെയാ? മുതിരമ്പുഴ. ചെങ്കുളം എവിടെയാ? മുതിരമ്പുഴയിലാണ്. ചെങ്കുളം മുതിരമ്പുഴ. ഇനി നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇടുക്കി ജില്ല. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ല. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? ചെങ്കുളം ഇടുക്കി തന്നെയാട്ടോ. ചെങ്കുളം ഇടുക്കിയാണ്. പള്ളിവാസലോ? പള്ളിവാസൽ എവിടെ തന്നെയാ? ഇടുക്കിയാട്ടോ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ച വർഷം ചിലപ്പം ചോദിക്കാം 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഏതാ? മുതിരമ്പുഴ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? മുതിരമ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഇനി കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? പത്തനംതിട്ട. കക്കാട് പത്തനംതിട്ട. ഇനി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാ? ശബരിഗിരി പമ്പാ നദി അല്ലെ. ശബരിഗിരി പമ്പാ നദിയിലാണ്. പമ്പാ നദി എവിടെയാ? പത്തനംതിട്ട അല്ലെ. ശബരിഗിരി എവിടെയാ? പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ശബരിഗിരി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? പത്തനംതിട്ട. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം ചോദിക്കാം എവിടെയാ? കൊച്ചിയിലാട്ടോ. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് മാനേജ്മെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊച്ചിയിലാട്ടോ. സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് മാനേജ്മെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാ? വയനാട് ജില്ലയിലെ അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. സുഗന്ധ ഭവൻ എവിടെയാ? പാലാരിവട്ടം കൊച്ചി കേട്ടോ. സുഗന്ധ ഭവൻ എവിടെയാ? പാലാരിവട്ടം കൊച്ചിയാണ്. മിൽമയുടെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരത്ത്. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ആറളം കണ്ണൂർ കേട്ടോ. സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് ആറളത്താണ്. ഇനി ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം? ബ്യൂറോയുടെ ആസ്ഥാനം
കവടിയാർ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെ? കവടിയാറാണ്. ഇനി നബാർഡിന്റെ ആസ്ഥാനം, കേരളത്തിലെ നബാർഡിന്റെ ആസ്ഥാനം എവിടെ? പാളയത്ത് കേട്ടോ. കേരളത്തിലെ നബാർഡിന്റെ ആസ്ഥാനം പാളയത്താണ്. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം പട്ടം. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം പട്ടത്താണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാ? കോട്ടയത്ത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം കോട്ടയമാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം അല്ലെ? കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വണ്ടൻമേട്, ഇടുക്കിയിലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം വണ്ടൻമേടാണ്. ഇനി ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ്. മാർക്കറ്റ് ഫെഡിന്റെ ആസ്ഥാനം എവിടെയാ? ഗാന്ധി ഭവൻ അല്ലെ? മാർക്കറ്റ് ഫെഡിന്റെ ആസ്ഥാനം ഗാന്ധി ഭവൻ. സെറി ഫെഡിന്റെ ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം. സെറി ഫെഡ് പട്ടം, തിരുവനന്തപുരം. നെല്ല് ഗവേഷണ കേന്ദ്രം മാങ്കൊമ്പ് അല്ലെ? നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാ? മാങ്കൊമ്പ്. ഇനി നാളികേര ഗവേഷണ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ ബാലരാമപുരം. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്താണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം ആണെങ്കിലോ പന്നിയൂര്. നാഷണൽ സീഡ് കോർപ്പറേഷന്റെ ആസ്ഥാനം കരമന. നാഷണൽ സീഡ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ? കരമനയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെള്ളാനിക്കര. ബിഫെഡ് ആസ്ഥാനം പാപ്പനംകോട്. കേരഫെഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാ? തിരുവനന്തപുരത്ത്. ബിഫെഡിന്റെ ആസ്ഥാനം പാപ്പനംകോട്, കേരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത്.